നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കുന്നത് കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളെക്കുറിച്ചാണ്. ഈ വരുന്ന LDC പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഈ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം ഉണ്ടാകും. കേരള ഭൂമിശാസ്ത്രത്തിൽ നമുക്ക് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് വന്യജീവി സങ്കേതങ്ങളും അതുപോലെ കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളും. ഇന്ന് കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങൾ നോക്കാം. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 6ആണ്. പക്ഷേ PSC പ്രകാരം എത്രയാണുള്ളത്? 5 ദേശീയ ഉദ്യാനങ്ങളാണ് PSCയുടെ ഉത്തരപ്രകാരം. എന്നാൽ കേന്ദ്ര വനം വകുപ്പ് മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ആകെ 6 ദേശീയോദ്യാനങ്ങളുണ്ട്. ഉണ്ട്. ഏതൊക്കെയാണ്? ഇരവിക്കുളം, പെരിയാറ്, സൈലന്റ് വാലി, മതികെട്ടാൻ ചോല, ആനമുടി ചോല, പാമ്പാടും ചോല. ഇത്രയും 6 ദേശീയോദ്യാനങ്ങളാണ് കേരളത്തിലുള്ളത്. PSC ഉത്തരപ്രകാരം എത്രയേ ഉള്ളൂ? 5 ഉള്ളൂ. ആദ്യം ഇരവിക്കുളം ദേശീയോദ്യാനം നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള ജില്ലയാണ് ഇടുക്കി. ഒന്നാമത്തെ ദേശീയോദ്യാനം ഇരവിക്കുളം നോക്കാം. ഇരവിക്കുളം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കിയിലാണ്. ഇടുക്കിയിലെ ദേവികുളം താലൂക്കിലാണ്. പഞ്ചായത്ത് മൂന്നാർ പഞ്ചായത്ത്. ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ മൂന്നാർ പഞ്ചായത്തിലാണ് ഇരവിക്കുളം സ്ഥിതി ചെയ്യുന്നത്. ഇരവിക്കുളം ദേശീയോദ്യാനം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവിക്കുളം. ഇരവിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളവും പഞ്ചായത്ത് മൂന്നാറുമാണ്. വിസ്തൃതി 97 ചതുരശ്ര കിലോമീറ്റർ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവിക്കുളം ദേശീയോദ്യാനത്തിലാണ്. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ. 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. വരയാടുകളുടെ സംരക്ഷണാർത്ഥം നിലവിൽ വന്ന ദേശീയ ഉദ്യാനമാണ് ഇരവിക്കുളം. വരയാടുകൾ തമിഴ്നാടിൻ്റെ ദേശീയ മൃഗമാണ് വരയാട്. 1978 ഇരവിക്കുളം ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. എന്നാൽ 1975 ഇരവിക്കുളം വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചു. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവിക്കുളം. രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവിക്കുളം. മൂന്നാറിലെ രാജമലയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം കൂടിയാണ് വരയാട്. ഇരവിക്കുളത്ത് സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? വരയാടുകളാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനമാണ് ഇരവിക്കുളം. അടുത്തത് സൈലന്റ് വാലി നിലവിൽ വരുന്നതെന്നാ? 1984 സൈലന്റ് വാലി നിലവിൽ വരുന്നത്. സൈലന്റ് വാലി ദേശീയോദ്യാനം കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലെ താലൂക്ക് മണ്ണാർക്കാട് താലൂക്കിലാണ്. ചീവീടുകൾ ഇല്ലാത്തതിനാലാണ് സൈലന്റ് വാലി എന്ന പേര് ലഭിക്കാൻ കാരണം. 1984 ഇന്ദിരാഗാന്ധി സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. 1984 ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. 1985 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. എന്നാൽ സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയുമാണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട്. കേരളത്തിലെ ഏക കന്യാവനം കൂടിയാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് സൈലന്റ് വാലിയാണ്. സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്നതും സൈലന്റ് വാലിയാണ്. മഹാഭാരതത്തിൽ പറയുന്ന പേരാണ് സൈരന്ധ്രി വനം. മഹാഭാരതത്തിൽ ഈ പ്രദേശം സൈരന്ധ്രി വനം എന്ന് അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് സൈലന്റ് വാലിയെ സൈരന്ധ്രി വനം എന്ന് കൂടി അറിയപ്പെടുന്നത്.
സൈലന്റ് വാലിയുടെ 9.8 കിലോമീറ്റർ ഭാഗം ഇക്കോ സെൻസിറ്റീവ് സോണായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. 9.8 കിലോമീറ്റർ ഭാഗം ഇക്കോ സെൻസിറ്റീവ് സോണായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ നിത്യഹരിത വനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ നിത്യഹരിത വനമാണ് സൈലന്റ് വാലി. 1914 സൈലന്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ചത്. 1914 സൈലന്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ചത്. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ചത് റോബർട്ട് റൈറ്റ് ആണ്. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരനാണ് റോബർട്ട് റൈറ്റ്. വംശനാശം സംഭവിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? സൈലന്റ് വാലിയിലാണ്. വംശനാശം സംഭവിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നുണ്ട്. സിംഹവാലൻ കുരങ്ങുകളുടെ ഇഷ്ടഭക്ഷണമാണ് വെടിച്ചക്ക. സിംഹവാലൻ കുരങ്ങുകളുടെ ഇഷ്ടഭക്ഷണമാണ് വെടിച്ചക്ക. വെടിപ്ലാവുകളുടെ സാന്നിധ്യം കൊണ്ടാണ് സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകൾ ധാരാളമായി കാണപ്പെടാൻ കാരണം. വെടിപ്ലാവുകളുടെ സാന്നിധ്യം കൊണ്ടാണ് സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകൾ ധാരാളമായി കാണപ്പെടുന്നത്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. ഉത്ഭവിക്കുന്ന നദി ദൂതപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ദൂതപ്പുഴയും സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയുമാണ്. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ളത് സൈലന്റ് വാലിയിലാണ്. വൈവിധ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ഏതാണ്? കുന്തിപ്പുഴയാണ്. കേരളത്തിൽ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി കുന്തിപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം ഉള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനം. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. സൈലന്റ് വാലിയിൽ കണ്ടുവരുന്ന ഗോത്ര വിഭാഗങ്ങളാണ് ഇരുളർ, മുകുടർ എന്നീ ഗോത്ര വിഭാഗക്കാരാണ് സൈലന്റ് വാലിയിൽ കണ്ടുവരുന്നത്. സൈലന്റ് വാലിയിൽ കണ്ടുവരുന്ന പക്ഷികളാണ് ഗ്രേ ഹെഡഡ് ബുൾബുൾ ആണ്. സൈലന്റ് വാലിയിൽ കണ്ടുവരുന്ന പക്ഷികൾ ഗ്രേ ഹെഡഡ് ബുൾബുൾ ആണ്. കുന്തിപ്പുഴയിൽ തുടങ്ങാനിരിക്കുന്നതും പിന്നീട് റദ്ദാക്കിയതുമായ ജലവൈദ്യുത പദ്ധതി ഏതാ? പാത്രക്കടവ് പദ്ധതിയാണ്. കുന്തിപ്പുഴയിൽ തുടങ്ങാനിരുന്നതും പിന്നീട് റദ്ദാക്കിയതുമായ ജലവൈദ്യുതി പദ്ധതിയാണ് പാത്രക്കടവ് പദ്ധതി. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് നീലഗിരി. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് നീലഗിരി. സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് മുക്കുർത്തി. സൈലന്റ് വാലി ദേശീയോദ്യാനത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് മുക്കുർത്തി. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ഏക ദേശീയോദ്യാനം കൂടിയാണ് സൈലന്റ് വാലി. 2007 സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ചത്. 2009 സൈലന്റ് വാലി സ്റ്റാമ്പ് പുറത്തിറക്കി. 2009 സൈലന്റ് വാലിയുടെ സ്റ്റാമ്പ് പുറത്തിറക്കിയത്. സൈലന്റ് വാലി സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2009, ബഫർ സോണായി പ്രഖ്യാപിച്ചത് 2007. ആനമുടി ചോല സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയിലാണ് ആനമുടി ചോല സ്ഥിതി ചെയ്യുന്നത്. ആനമുടി ചോലയുടെ വിസ്തൃതി 7.5 ചതുരശ്ര കിലോമീറ്റർ ആണ്. 7.5 ചതുരശ്ര കിലോമീറ്റർ ആണ്. ആനമുടി ചോല 2003 നിലവിൽ വന്നത്. 2003 ആനമുടി ചോല നിലവിൽ വന്നത്. ജുറാസിക് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ട്രിഫോൺ പന്നൽ ചെടി കണ്ടുവരുന്ന കേരളത്തിലെ ദേശീയോദ്യാനം കൂടിയാണ് ആനമുടി ചോല. ആനമുടി ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന 3 ചോല റിസർവ് ഫോറസ്റ്റുകളാണ് ഇടിവാര ചോല റിസർവ്, പുല്ലാരടി ചോല റിസർവ്, മന്നവൻ ചോല റിസർവ്. ഈ 3 ചോല റിസർവുകൾ കാണപ്പെടുന്നത് ആനമുടി ചോലയിലാണ്. ആനമുടി ചോല ദേശീയോദ്യാനത്തിലാണ്. ആനമുടി ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് തൂവാനം. ആനമുടി ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം തൂവാനം വെള്ളച്ചാട്ടമാണ്. അടുത്തത് മതികെട്ടാൻ ചോല. മതികെട്ടാൻ ചോല 2003 തന്നെയാണ് നിലവിൽ വന്നത്. മതികെട്ടാൻ ചോലയും എവിടെയാണ്? ഇടുക്കിയിൽ തന്നെയാണ്. താലൂക്ക് ഉടുമ്പൻ ചോല താലൂക്കിലാണ് മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉടുമ്പൻ ചോല. വിസ്തൃതി
12.82 ചതുരശ്ര കിലോമീറ്റർ. 12.82 ചതുരശ്ര കിലോമീറ്ററാണ് മതികെട്ടാൻ ചോലയുടെ വിസ്തൃതി. 1897 തിരുവിതാംകൂർ ഗവൺമെൻറ് 1897 തിരുവിതാംകൂർ ഗവൺമെൻറ് റിസർവ് വുഡ്ലാൻഡായി പ്രഖ്യാപിച്ചു. റിസർവ് വുഡ്ലാൻഡായി പ്രഖ്യാപിച്ചത് 1897 തിരുവിതാംകൂർ ഗവൺമെൻറ്റാണ്. 1897 തിരുവിതാംകൂർ ഗവൺമെൻറ് റിസർവ് വുഡ്ലാൻഡായി പ്രഖ്യാപിച്ച പ്രദേശമാണ് മതികെട്ടാൻ ചോല. മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് കാട്ടുമല. മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് കാട്ടുമല. മതികെട്ടാൻ ചോലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉച്ചിൽ കുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഞാണ്ടാർ പുഴ. ഉച്ചിൽ, കുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഞാണ്ടാർ പുഴ ഇതൊക്കെ മതികെട്ടാൻ ചോലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ്. പന്നിയാറിൻ്റെ പോഷക നദികൾ കൂടിയാണ് ഈ നദികൾ. പാമ്പാടും ചോല ഇടുക്കി ജില്ലയിൽ തന്നെ, താലൂക്ക് ദേവികുളം താലൂക്ക്. ഇടുക്കി ജില്ല ദേവികുളം താലൂക്ക്, പഞ്ചായത്ത് വട്ടവട പഞ്ചായത്തിൽ. 2003 ഈ ദേശീയോദ്യാനവും നിലവിൽ വന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. വിസ്തൃതി 1.32 ചതുരശ്ര കിലോമീറ്ററാണ്. 1.32 ചതുരശ്ര കിലോമീറ്ററാണ് പാമ്പാടും ചോലയ്ക്ക്. ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ്. ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. ഇതിൽ സൈലൻറ്റ് വാലി മാത്രമാണ് പാലക്കാട്. ബാക്കി എല്ലാ ദേശീയോദ്യാനങ്ങളും സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയാണ്.